ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെന്തോ അറിയാതെ രാവിലെ ഒരു 5:05 ആയപ്പോൾ ചാടി എണീച്ചേട്ടാ. എന്താണെന്ന് അറിയാൻ വയ്യ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും രാവിലെ എണീച്ചില്ല ഒരു സൂര്യോദയം കണ്ടിട്ട് വരാമെന്ന് ചോദിച്ചു. കുറേ നാളായിട്ട് ഒരു സൂര്യോദയം കണ്ടിട്ട്. അപ്പോൾ ഞാൻ വന്ന വഴിക്ക് തന്നെ അടിപൊളി കാഴ്ച ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, സൂര്യനെ ഉദിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ബീച്ചിലോട്ട് പോയി നോക്കാം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. വെളുപ്പിന് തന്നെ എല്ലാവരും മീൻ പിടിക്കുന്ന തിരക്കിലാണ് കേട്ടോ. ചെറിയ വള്ളങ്ങളിലും വലിയ വള്ളങ്ങളിലോട്ടൊക്കെ വഴിയിലാണെങ്കിൽ മീൻ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. വന്നപ്പോൾ രാവിലത്തെ കാഴ്ചയുടെ അന്തം വിട്ടു കേട്ടോ. അടിപൊളി രസമായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നത് കാണാനായിട്ട്. എന്നും മൂട്ടിൽ വെയിലടിക്കുന്നവരെ കിടന്നുറങ്ങാതെ വല്ലപ്പോഴെങ്കിലും ഇതുപോലെയൊക്കെ ഒരു സൂര്യോദയമൊക്കെ ഒന്ന് കാണണമെന്നൊക്കെ എനിക്ക് അപ്പം തോന്നി കേട്ടോ. രാവിലെ തന്നെ നമ്മളെ KSRTCയും മീൻ വണ്ടികളൊക്കെ അറഞ്ചം പുറഞ്ഞം പോകുന്നുണ്ട്. പിന്നെ എവിടെ പോയാലും നമ്മളെ ഫോട്ടോ എടുത്തില്ലെങ്കിലും വണ്ടിയുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ ആദ്യം തന്നെ എടുക്കുന്നുണ്ട്. അതൊക്കെ എടുത്ത് ഞാൻ താഴോട്ട് പോയി കേട്ടോ. പാലത്തിന്റെ മോളിൽ നിന്ന് തന്നെയേക്കാൾ അടിപൊളിയായിട്ട് തോന്നിയിട്ട് താഴെ വന്നപ്പോൾ നല്ല ചുമല സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ചുമല സൂര്യനും മീൻ പിടിക്കാൻ പോണ ഒരു കുഞ്ഞു വള്ളവും കൂടെ ആയപ്പോൾ കളർഫുൾ ആയിട്ടാണ് കാഴ്ച. ഒരു രക്ഷയില്ലായിരുന്നു. കുറച്ചേരം അവിടെയൊക്കെ നിന്ന് കറങ്ങിയിട്ട് ഞാൻ പാലത്തിന്റെ അപ്പുറം സൈഡ് പോയിട്ടാ. ഇവിടെ നിന്ന് കാഴ്ചകൾ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നെങ്കിലും താഴെ മുഴുവൻ വേസ്റ്റ് നിറച്ചു വെച്ചിരിക്കുന്നു കേട്ടോ. മേലെ നോക്കിയപ്പോൾ താഴെ കുറച്ച് ആൾക്കാർ കൂടിയിരിക്കുന്നുണ്ട്. അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കാണ് മനസ്സിലായത് അവർ വല വലിച്ചിട്ട് വല വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബോട്ടിൽ വല റൗണ്ട് ചുറ്റിയിട്ടിട്ട് അവർ വലിച്ചു കയറ്റുന്ന പരിപാടിയില്ലായിരുന്നു കേട്ടോ. ആ കാണുന്ന ബോട്ടിലാണ് കേട്ടോ അവർ വല വിരിക്കുന്നത്. ആ പോലെ വളച്ച് വല വിരിച്ചിട്ട് രണ്ട് സൈഡിലായിട്ട് രണ്ട് ടീമായിട്ട് ഇരുന്ന് വലിച്ചു കയറ്റുന്ന പരിപാടിയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഏതോ ഒരു പാവപ്പെട്ട കൊച്ചിന്റെ കളഞ്ഞു ഒരു വാച്ചും കിട്ടിയിട്ടാ. എനിക്ക് വല വലിച്ചേറ്റ് മീനൊക്കെ കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. 3-4 കിലോമീറ്റർ ഉണ്ട് വല. അവസാനം വശന്ന് കടലിൽ എത്തിയപ്പോൾ ഞാൻ വീട്ടിൽ പോയി.